ഓർത്തഡോക്സും ഹെറ്ററോഡോക്സും. ഓർത്തഡോക്സ് അഥവാ ആസ്തിക ദർശന വേദാസിനെ അംഗീകരിക്കുന്നുണ്ട്, 4 സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. എക്സാമ്പിൾ ഹിന്ദു മതം. ഹെറ്ററോഡോക്സ് എന്ന് പറയുന്നത് നാസ്തിക ദർശന, അവർ വേദങ്ങളെ അംഗീകരിക്കുന്നില്ല, 3 സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. അത് ജാർവാക, ജൈനിസം, ബുദ്ധിസം. ഓക്കെ. പിന്നെ റിലീഷൻ ഓഫ് മൾട്ടിപ്പിൾ റിലീജിയൻ, റാഷണൽ ഫോർ മൾട്ടിപ്പിൾ റിലീജിയൻ. ഒരു മൾട്ടിപ്പിൾ റിലീജിയൻ്റെ ഒരു റാഷണൽ സൈഡിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എന്നാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത്. ഒന്നിലധികം മതങ്ങൾക്കുള്ള കാരണം എന്താണ് ഗൈസ്? എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണിക്. ഓരോ മനുഷ്യരും യൂണീക്കാണ്. അവരുടെ നേച്ചർ, നർച്ചർ, ഹെറിഡിറ്ററി, എൻവയോൺമെൻറ്റ് ഒക്കെ ഡിഫറാണ്. അവരുടെ ഫാമിലി, എഡ്യൂക്കേഷൻ, പിയർ, മീഡിയ, ഇതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽസ്. അതുപോലെ തന്നെ റിലീജിയനെ കുറിച്ചുള്ള ആപ്റ്റിറ്റ്യൂഡൊക്കെ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? റിലീജിയൻ എന്ന് പറയുന്നത് മതപരമായ ഒരു, റിലീജിയൻ എന്ന് പറയുന്നത് ശാശ്വതമാണ്. റിലീജിയൻ ഒരു ശാശ്വതമായ ഘടകമാണ്. റിലീജിയൻ ഒരു യൂണിവേഴ്സലാണ്, എവർ ചേഞ്ചിങ് ഇൻ ഫോമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ റിലീജിയൻ്റെത് ലോജിക്കലാവാം, അൺലോജിക്കലാവാം. ഓരോ മനുഷ്യൻ്റെ ലോജിക്സും ഓരോ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളും ഓരോ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ടാണ് അവർ ചൂസ് ചെയ്യുന്ന റിലീജിയൻ, അല്ലെങ്കിൽ അവർ റിലീജിയൻ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ലേ, റിലീജിയൻ്റെ ഭാഗമാണോ ഭാഗമല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒക്കെ വ്യക്തികൾക്ക് അധിഷ്ഠിതമാണ്. പിന്നെ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് റിലീജിയൻ മാറാം. നമ്മൾ ഈ റിലീജിയനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു റിലീജിയൻ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു റിലീജിയനും ഫോളോ ചെയ്യാതിരിക്കാം. അത് ഓരോ വ്യക്തികളനുസരിച്ച് വ്യത്യസ്തമാണെന്നാണ് ഇതിൽ പറയുന്നത്.